എന്നെ കരുതുന്നവൻ. എന്നെ കേൾക്കുന്ന മക്കളെ പറയട്ടെ, യേശുവിനെ പറ്റി പറയാൻ എനിക്ക് 100 നാവാണ്. കാരണം അത്രയ്ക്കും അനുഗ്രഹങ്ങൾ എനിക്ക് ആത്മീയമായും ഭൗതികമായും എൻ്റെ യേശു തരുന്നു. ഒന്നും ഇല്ലാത്തവളായിരുന്നു ഞാൻ. എന്നെ ഇത്രമേൽ ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ യേശുവിന് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് സ്നേഹമാണ്. അവൻ നമ്മിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. നമ്മുടെ വേദനകൾ സുഖകരമെന്നതിനേക്കാൾ വേദനാത്മകമാണ്. പക്ഷേ പിന്നീട് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വലുതാണ് മക്കളെ. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ജെറമിയ 31:16 പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. നിയമാവർത്തനം 3:22 പറയുന്നു, നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തോൽവിയിൽ, ദുഃഖത്തിൽ, കടബാധ്യതയിൽ അവിടുന്ന് നമുക്ക് തക്ക സമയത്ത് യുദ്ധം ചെയ്ത് നമ്മെ രക്ഷിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ഒരു ധ്യാനത്തിൽ എൻ്റെ 5 പവൻ്റെ മാല പോയി. ഞാൻ ഒട്ടേറെ വേദന അനുഭവിച്ചു. പലരും എന്നെ കളിയാക്കി പല തരത്തിൽ. മാനസികമായി ഞാൻ തളർന്നാലും മക്കളെ കർത്താവിനെ വിട്ടില്ല. അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടന്ന് യാചിച്ചു. എന്നെ കളിയാക്കുന്നവരെ നിന്റെ ശക്തി കാണിച്ചു കൊടുക്കണം. ഞാൻ വാശി പിടിച്ചു കരഞ്ഞു. എന്തിനേറെ 6 മാസം തികഞ്ഞില്ല. എൻ്റെ കർത്താവ് ആ അക്കത്തിൽ തന്നെ ഉത്തരം നൽകി. 5 പവൻ പോയതിന് 5 ലക്ഷം എൻ്റെ ഭർത്താവിന് കമ്പനിയിൽ നിന്നും കിട്ടി. കണ്ടോ നമ്മുടെ കർത്താവിൻ്റെ കരുതൽ. നമുക്ക് അവനോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമയോടെ കാത്തിരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ലഭിക്കുന്നതുവരെ അവൻ്റെ കൈ പിടിവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.